നമ്മൾ പാർക്കിൽ നിന്ന് ഇപ്പം ഇറങ്ങി ഗായ്സ്, ഇങ്ങോട്ട് വാടേ. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര വെയിൽ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇത്രയും വെയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഭയങ്കര വെയിൽ ഗായ്സ്. നമ്മൾ പാർക്കിൽ നിന്ന് ഇറങ്ങി നേരെ വന്നിരിക്കുന്നത് ബീച്ചിലേക്കാണ്. ഉണ്ണിക്കുട്ടൻ മഞ്ഞുമല എന്ന് പറയുന്ന ഈ മണൽ കൂമ്പാരത്തിനെയാണ് ഗായ്സ്. മാവക്കുട്ടന് കടലിൽ ഇറങ്ങണമെന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. കടൽ കണ്ടപ്പോൾ തന്നെ ഉണ്ണിക്കുട്ടനും വാവക്കുട്ടനും കടലിൽ ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ധൃതിയായിരുന്നു. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീച്ചിലൊക്കെ പോയി കടലിലൊക്കെ ഇറങ്ങുന്നത്. വാവക്കുട്ടൻ ഇങ്ങനെ പേടിയൊന്നുമില്ല കടലിൽ ഇറങ്ങാൻ. നല്ല രീതിയിൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ആ സമയത്ത് ചെറുതായിട്ട് വെയിലൊക്കെ അങ്ങ് മാറി. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തു. വാവക്കുട്ടൻ ഈ ബീച്ചിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഹാർബർ വരുന്നുണ്ട്. വൈകുന്നേര സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ബോട്ടിൽ മീനൊക്കെ പിടിച്ചിട്ട് വന്ന് വിൽപ്പന നടത്താറുണ്ട്. ഉണ്ണിക്കുട്ടന് പിന്നെ കടൽ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇളക്കമാണ് ഗായ്സ്. എന്ത് പറയാനാണ്. അവൻ്റെ കുക്കുവമ്മ ഒട്ടും മോശമൊന്നുമല്ല. രണ്ടുപേരും കൂടി കടലിൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കടൽ പിന്നെ അത്രയ്ക്ക് ഇവിടെ വലിയ തിരമാലയൊന്നും ഇല്ല. ഇതൊരു നോർമൽ ബീച്ചാണ്. ഇവിടെ വൈകുന്നേരമൊക്കെ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. ഇതിപ്പോൾ ഉച്ച സമയം ആയതുകൊണ്ടാണ് ആരും ഇല്ലാത്തത്. നല്ല ഒരു ബീച്ചാണ്. അയ്യോ എൻ്റെ പറഞ്ഞ അത്രയും മണ്ണ് വാരി എറിയണേ. അയ്യോ അവിടെയൊന്നും പോണ്ട, അവിടെയൊന്നും ഉണ്ടാകും. അതെ മണ്ണ് വാരി എറിയും. മണ്ണ് കൊണ്ട് വീടുണ്ടാക്കാൻ പോവേണ് ഗായ്സ്. ലല്ലുക്കുട്ടൻ മണ്ണ് വാരി എറിയാണ് ഗായ്സ്. അയ്യേ ഭയങ്കര സന്തോഷം. ലല്ലുക്കുട്ടന് ഭയങ്കര സന്തോഷം ഗായ്സ്. അവിടെ നിന്ന് മാറണേ. നമുക്ക് ലല്ലുവിന്റെ കാല് മണ്ണിൽ മൂടി വെക്കുന്നു. കാല് വേഗം മണ്ണിൽ മൂടി വെക്കാം. നമ്മുടെ ലല്ലുക്കുട്ടന് മണലിരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കാലിനെയൊക്കെ മണ്ണിൽ മൂടി വെച്ചിരിക്കുകയാണ്. പൂ വാരി എറിയുന്ന പോലെയാണ് അവൻ മണൽ വാരി എറിയുന്നത്. മണലിൽ കുളിപ്പിച്ചിട്ടാണ് വിട്ടത്. നമ്മൾ നല്ല സൂപ്പർ ഒരു മണൽ ഗോപുരം ഉണ്ടാക്കിയാണ് ഗായ്സ്. അയ്യോ പക്ഷെ നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. നമ്മൾ വീണ്ടും വീണ്ടും മണൽ ഗോപുരം ഉണ്ടാക്കിക്കൊണ്ട് തന്നെ ഇരുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത് സമയം പോകുന്നതേ നമ്മൾ അറിയുന്നില്ല. ഇനി എന്തായാലും വീട്ടിൽ പോയിട്ട് നന്നായിട്ട് കുളിക്കേണ്ടി വരും. കാരണം നമ്മളെ ദേഹവും തലയും മുടിയും എല്ലാം മണൽ കൊണ്ട് അഭിഷേകമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് സൂപ്പറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാവക്കുട്ടൻ്റെയും ലല്ലുക്കുട്ടൻ്റെയും വീഡിയോ ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നമ്മുടെ പുതിയ വീഡിയോസൊക്കെ കാണണം. എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കണം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ പാർട്ട് ഇതോടുകൂടി തീരുവാണ്. അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ നമുക്കൊരു ചെറിയ ഐസ്ക്രീമും കൂടെ കഴിച്ചിട്ട് നമുക്ക് ബീച്ചിൽ നിന്ന് പോകാം. അല്ല ഗായ്സ്, നമ്മളപ്പോൾ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്ത് ഇങ്ങനെ പറയാം. നമ്മൾ ബീച്ചിലൊക്കെ എൻജോയ് ചെയ്ത് നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കുകയാണ് ഗായ്സ്. ഐഷു